ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജൈനൽ ഡിസ്ചാർജ് ആയിട്ട് അതുപോലെ തന്നെ സ്മെല്ല് അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഗേൾസ് കോമൺ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ ഈ വജൈനൽ സ്മെല്ല് വരുന്നതും അതേപോലെ തന്നെ ഡിസ്ചാർജ് വരുന്നതും. ഇത് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പ്രോബ്ലം ഉണ്ടാക്കുമോ? ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? ഇങ്ങനെ വന്നു കഴിഞ്ഞത് നമുക്ക് എങ്ങനെ മാറ്റാം? ഈ വജൈനൽ എന്ന് വരുന്ന ഈ ഡിസ്ചാർജിന് ചില കളർ ചേഞ്ചസ് ഉണ്ടാവും. അത് എന്താണ് അതിനെ സൂചിപ്പിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങളുടെ കണ്ടീഷൻ എങ്ങനെയാണ്, ഏതാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്താണ് ഈ വജൈനൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വജൈനയിൽ വരുന്ന ഒരു ഫ്ലൂയിഡാണ് ഈ വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വജൈന ക്ലീൻ ആക്കാൻ, ഇൻഫെക്ഷൻസ് ഇല്ലാതാക്കാൻ, pH ബാലൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വജൈനയിൽ ഈ ഒരു ഫ്ലൂയിഡ് വെച്ചേക്കുന്നത്. ഈ ഒരു സംഭവത്തിനെയാണ് വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗേൾസിനും കോമൺ ആണ്, ഫീമെയിൽസിന് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത് പല ടൈമില് പല രീതിയിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. അതിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പണി കിട്ടുന്ന ഒരു കാര്യമാണ്. അത് ഗേൾസിന് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ വജൈനൽ ഡിസ്ചാർജ് സെർവിക്സിൽ നിന്നും അതുപോലെ തന്നെ വജൈനൽ ഗ്ലാൻഡിൽ നിന്നുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വരുന്നത്. ഫീമെയിൽ ബോഡിയിലുള്ള ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ആണ് ഈ രണ്ട് ഹോർമോൺസുമാണ് ഈ വജൈനൽ ഡിസ്ചാർജിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഈ വജൈനൽ സ്മെല്ല് വരാൻ കാരണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഡിസ്ചാർജ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി വജൈനൽ സ്മെല്ല് എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ പുവർ ഹൈജീൻ ആണ്. നമുക്ക് വലിയ ഹൈജീനും കാര്യങ്ങളും ഒന്നും ഇല്ല. മീൻസ് നന്നായിട്ട് വാഷ് ചെയ്യുന്നില്ല, നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുന്നില്ല, വാഷ് ചെയ്യുന്ന രീതി അത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും, നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. പീരിയഡ്സ് ഹൈജീൻ ആണ്, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിൽ വരുന്ന ഒരു മെയിൻ കാര്യമാണ് നമ്മുടെ ഇന്നർ വെയേഴ്സ് നമ്മൾ ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഏരിയാസ് ഡ്രൈ ആക്കി വെച്ച് നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയനെ നന്നായിട്ട് ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടി നോക്കുക. അല്ലാതെ ആ ഒരു വെറ്റ് ആയിട്ട് നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും അതിൽ ഇൻഫെക്ഷൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുവഴി നല്ല രീതിയിൽ നമ്മുടെ വജൈനൽ ഏരിയയിൽ സ്മെൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് നമുക്ക് ഈ വജൈനൽ ഈ ഒരു കാര്യങ്ങൾ മീൻസ് പുവർ ഹൈജീൻ കൊണ്ടിട്ട് സ്മെല്ല് വരാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. ഓക്കെ, പിന്നെ സ്വെറ്റിങ്ങും ടൈറ്റ് ക്ലോത്ത്സും നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് പോലത്തെ അല്ലെങ്കിൽ ലെഗിൻസ് പോലത്തെ ഒക്കെ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ളത് എപ്പോഴും ഇടുമ്പോൾ ആ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും, സ്വെറ്റ് ചെയ്യും, നന്നായിട്ട് വിയർപ്പ് അവിടെ തങ്ങി നിന്ന് ആ ഒരു സ്ഥലത്ത് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിലും ഇതുപോലെ തന്നെ പുവർ സ്മെല്ലായിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ബാഡ് സ്മെല്ലായിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ജീൻസ് യൂസ് ചെയ്യാൻ പാടില്ല, എപ്പോഴും നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ലെഗിൻസ് പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. എപ്പോഴും ഒന്നുകിൽ നമ്മളെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം വീട്ടിൽ വന്നായാലും നമ്മൾ ആ ഒരു ടൈറ്റ് ഉള്ള ഡ്രസ്സ് ഇടാതെ കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഹൈജീൻ നേരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ പീരിയഡ്സ് ടൈമിൽ നേരാവണ്ണം കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പീരിയഡ്സ് ടൈമിൽ രാവിലെ എഴുന്നേറ്റ് ഒന്ന് കുളിക്കുക, അതേപോലെ തന്നെ വൈകുന്നേരം രാവിലെ എഴുന്നേറ്റ് കുളിക്കുക. മീൻസ് നമ്മൾ തലേ ദിവസം എല്ലാം അതേപടി കിടന്നുറങ്ങിയിട്ട് നമ്മുടെ ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമ്മുടെ ഇന്നർ വെയേഴ്സിലൊക്കെ ചിലപ്പം അതിൻ്റെ സ്റ്റെയിനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം മതി ഇൻഫെക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഇതെല്ലാം മാറ്റി നമ്മൾ പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് പിന്നെ അതുപോലെ തന്നെ പാഡ് ചേഞ്ച് ചെയ്യുന്നത്, അത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, ആ ഒരു ടൈം ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും പാഡ് വയ്ക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ പാഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ല ഡ്രസ്സ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു ടൈം നന്നായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വെച്ചില്ല എന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ബാഡ് സ്മെല്ല് ഉണ്ടാവും. പിന്നെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ബാഡ് സ്മെല്ല് കാര്യങ്ങളുണ്ടാവും. പിന്നെ ഹോർമോണൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ടും ഈ പറയുന്ന പോലെ ബാഡ് സ്മെൽ ഉണ്ടാവാം. പീരീഡ്സ് കഴിഞ്ഞ ഒരു ടൈം, പ്രഗ്നൻസി ടൈം ആകുമ്പോൾ സ്ട്രെസ് കൂടുതൽ ഉണ്ടാകുമ്പോൾ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും ഈ പറയുന്ന പോലെ എന്തുണ്ടാവും, ബാഡ് സ്മെൽ ഉണ്ടാവാം.
പിന്നെ സോപ്പ് ആൻഡ് വജൈനൽ വാഷസ് യൂസ് ചെയ്യും. നമ്മൾ അവിടെ സ്മെല്ലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് സോപ്പ്, പിന്നെ അതേപോലെ തന്നെ ഈ വജൈനൽ വാഷ് എന്ന് പറയുന്ന നമുക്ക് കിട്ടുന്ന മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ അതവിടെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഇത് നമ്മുടെ pH ബാലൻസിനെ ഇല്ലാതാക്കും. അതുപോലെ തന്നെ അപ്പോൾ അവിടെ എന്തുണ്ടാവും, നമുക്ക് ബാഡ് സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. സ്ട്രോങ് സോപ്പ് ഉണ്ട്, സ്ട്രോങ് ഭയങ്കര ഇതായിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യാതെ നമ്മൾ മാക്സിമം സാധാരണ വാട്ടർ വെച്ച് അവിടെ വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഈ വജൈനൽ സ്മെല്ല് നമുക്ക് എങ്ങനെ മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നോർമൽ വാട്ടർ വെച്ച് ഇവിടെ വാഷ് ചെയ്ത് കളയുക. പുറം ഭാഗം മാത്രം കഴുകുക, അകത്തോട്ട് ഇങ്ങനെ വാഷ് ചെയ്ത് കളയണ്ട. പുറം ഭാഗം മാത്രം നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അണ്ടർവെയേഴ്സ്, കോട്ടൺ അണ്ടർവെയേഴ്സ് യൂസ് ചെയ്യുക. ഡെയിലി അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു ദിവസം 2 3 ഒക്കെ വെച്ച് മാറ്റിയാലും പ്രശ്നമില്ല. ബട്ട് ഡെയിലി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു ദിവസം ഫുൾ ഇട്ടിട്ട് അത് നിൽക്കാൻ വേണ്ടി പാടില്ല. ഡെയിലി അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾ ഒരിക്കലും അത് മറക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഞാൻ കുറച്ച് നേരമല്ലേ ഇട്ടുള്ളൂ, ഞാൻ വിയർത്തില്ലല്ലോ, എനിക്കിവിടെ തണുപ്പാണ്, അതുകൊണ്ട് എന്തൊക്കെ അത് എന്താ മീൻസ് അത് അഴുക്കായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളത് മാറ്റാതെ അത് തന്നെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ നിന്ന് ചെറുതായിട്ടെങ്കിലും സ്വെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വജൈനൽ സ്മെല്ല്, പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വജൈനൽ സ്മെല്ല് വരും. അപ്പം അത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡെയിലി ഈ ക്ലോത്ത് മാറ്റേണ്ട കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഈ പീരീഡ്സ് ടൈമിലാണെങ്കിൽ 4 to 6 hours പാഡൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് വാഷ് ചെയ്യുക. അതേപോലെ തന്നെ ക്ലോത്ത് ആണ് യൂസ് ചെയ്യുന്നുള്ളവരാണെങ്കിൽ നന്നായിട്ട് കഴുകി സൺലൈറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ആ പീരീഡ്സ് ടൈമിൽ നല്ല രീതിയിൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. കഴിക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിക്കുക. അങ്ങനെ നമ്മൾ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വജൈനൽ സ്മെല്ല് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് അവിടെ ഡ്രൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാതെ ഒരിക്കലും ആ ഒരു വെള്ളം നനവ് അവിടെ വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല. വെള്ളം നനവ് വെച്ച് കഴിഞ്ഞാൽ അത് അണ്ടർവെയറിൽ വെള്ളം നനവ് വരും. പിന്നെ അത് വെച്ചിട്ട് തന്നെ നമ്മൾ പിന്നെയും കുറേ നേരം നിൽക്കും. അപ്പോൾ തന്നെ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവും. ബാക്ടീരിയാസ് പെട്ടെന്ന് തന്നെ നമുക്ക് വരും. അത് കഴിഞ്ഞിട്ട് പിന്നും നമ്മൾ ഇത് തന്നെ ഈ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഒരു ദിവസം മൊത്തം ഇത് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ടോയ്ലറ്റിൽ പോയതിനു ശേഷം നന്നായിട്ട് അവിടെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ ഫുഡ് ഹാബിറ്റ്, നല്ല ഫുഡ്, ഹെൽത്തി ഫുഡ് കാര്യങ്ങൾ കഴിക്കുക. ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുക. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഏകദേശമൊക്കെ നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ ചെല്ലുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാവും. ഓക്കെ, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വജൈനൽ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഗേൾസിന്റെ കാര്യത്തിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതായിട്ട് അവിടെ ഉണ്ടാവും. ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സോപ്പ്, സ്പ്രേ, സെന്റ്, പെർഫ്യൂം, പിന്നെ അതേപോലെ വജൈനൽ വാഷസ് അങ്ങനെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ ആവുമെന്ന് വിചാരിച്ച് അത് യൂസ് ചെയ്യും. അതൊരിക്കലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അത് പിന്നീട് നമുക്ക് വേറെ പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് എന്തോ ഒരു നാണക്കേട് പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ നാണക്കേടേണ്ട കാര്യമില്ല. എല്ലാ ഗേൾസിനും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് കോമൺ ആണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും യൂസ് ചെയ്ത് അവിടുത്തെ pH ബാലൻസിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ മിസ്റ്റേക്സ് ഒന്നും ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കാം. മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, ആ ഏരിയാസ് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം. പിന്നെ അണ്ടർവെയേഴ്സ് നന്നായിട്ട് മാറ്റാം എന്നുള്ള പീരീഡ്സിന്റെ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അല്ലേ. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളും കൂടി നിങ്ങൾ നന്നായിട്ടൊന്ന് കറക്റ്റായിട്ട് ചെയ്യുക. നമുക്ക് വേണ്ടി നമ്മൾ ടൈം എന്തായാലും സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. നമ്മളെ മൊത്തത്തിൽ നമ്മളെ തല തൊട്ട് നമ്മളെ കാല് വരെയും നമ്മൾ ഓക്കെ ആക്കാനും അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്ഥലം ശ്രദ്ധിക്കാൻ വേണ്ടി ആഴ്ചയിൽ 1 or 2 ദിവസം നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു സ്കിൻ കെയർ, ഹെയർ കെയർ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ആഴ്ചയിലോ നമ്മൾ 2 ദിവസമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല രീതിയിലെല്ലാം കെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെ പോരായ്മകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട് പതുക്കെ പറ്റും. പക്ഷെ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടതാണ്. ആഴ്ചയിൽ ഒരിക്കലും ചെയ്യേണ്ടതല്ല. ഡെയിലി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ കൊണ്ടുപോവേണ്ടതാണ്. 1 വീക്ക് നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് വീക്ക് തൊട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വജൈനൽ സ്മെല്ലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്.
ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ വജൈനൽ ഡിസ്ചാർജിനെ കുറിച്ച് പറഞ്ഞു. ഈ ഒരു ഡിസ്ചാർജ് പല കളറിലായിട്ട് നമുക്ക് കാണപ്പെടും. അപ്പൊ ആ ഒരു കളർ ഏതൊക്കെയാണ്, ആ ഒരു കളറിൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇനി ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് ഒരു വൈറ്റ് കളർ ആയിരിക്കും. ഇത് എപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പീരീഡ്സ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഇത് നോർമലി ഇതിൽ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഡ്രൈ ആയിരിക്കും, ലൈറ്റ് ആയിട്ട് മാത്രമേ കാണുള്ളൂ. ചില സമയത്ത് ഒട്ടും ഇല്ലാതെയും വരും. ഈ ഒരു ഫേസ് നമുക്കുണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ നോർമലാണ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് ഒരു ഓവുലേഷൻ സ്റ്റേജ് ആണ്. ഈ ഒരു ഓവുലേഷൻ ടൈം ആകുമ്പോൾ നമ്മുടെ വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു എഗ് വൈറ്റ് പോലെ ഇങ്ങനെ സ്ട്രെച്ചി ആയിട്ട് സ്ലിപ്പറി ആയിട്ട് ഒരു എഗ് വൈറ്റ് പോലെ കാണപ്പെടും കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എഗ് റിലീസ് ചെയ്യുന്ന ഒരു സമയത്താണ്, മീൻസ് ഓവുലേഷൻ ടൈം ആകുമ്പോഴാണ് നമുക്ക് അങ്ങനെ വരുന്നത്. ഈ ഒരു ടൈമിലാണ് നമുക്ക് ഈസ്ട്രജൻ ഹോർമോൺ കൂടുന്നത്. നമുക്ക് മറ്റേ പ്രഗ്നൻസി ഫെർട്ടിലിറ്റി ഒക്കെ കൂടുന്ന ഒരു മീൻസ് അതിൻ്റെയൊക്കെ ചാൻസ് കൂടുതലുള്ള ഒരു ടൈമാണിത്. ഓക്കെ. അപ്പോൾ ഇതും കോമൺ ആണ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഓവുലേഷൻ കഴിയുമ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ക്രീമി ആയിട്ട് കൺസിസ്റ്റൻസി ആയിരിക്കും. ഇങ്ങനെ സ്ട്രെച്ചബിൾ ഒന്നും ആയിരിക്കില്ല, ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിരിക്കും. ഇതെന്ന് വെച്ചാൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുതൽ ഉള്ള ഒരു ടൈമിലാണ് ഇത് വരുന്നത്. വെച്ചാൽ ഈസ്ട്രജൻ നേരത്തെ ഓവുലേഷൻ ടൈം ഈസ്ട്രജൻ ആണെങ്കിൽ അടുത്ത നെക്സ്റ്റ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നെക്സ്റ്റ് പീരീഡിന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് ആ ടൈമിൽ വരുമ്പോഴാണ് ഈ പറയുന്ന പോലെ തിക്കായിട്ട് വൈറ്റ് കൺസിസ്റ്റൻസി കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതും ഒരു നോർമൽ കണ്ടീഷൻ ആണ്. ഇനി നമുക്ക് പീരീഡ്സിന് മുന്നേ ആണ് വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ കളറാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആണ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ചിലപ്പോൾ കുറച്ച് തിക്കായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് നോർമലായിട്ട് നമ്മുടെ വൈറ്റ് ഡിസ്ചാർജ് നമുക്ക് ഫോം ചെയ്യുന്നത്. നമ്മുടെ ഓരോ ഫേസസിൽ നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് വരുന്നത്. ഇനി ഞാൻ പറഞ്ഞുതരാം, അബ് നോർമൽ കണ്ടീഷൻ ഉണ്ട്, ഇതല്ലാതെ വേറെ ചില കളേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷന്റെ സാധ്യതയാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണെങ്കിൽ വൈറ്റ് കളറിലായിരിക്കും കാണുന്നത്, ആയിരിക്കും കേർഡ് പോലെ തോന്നും, ഇച്ചിങ്ങും ബേണിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ടാവുന്ന ഒരു ടൈമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ. ഇനി അടുത്തത് ഗ്രേ അല്ലെങ്കിൽ ഡൾ വൈറ്റ് ഉണ്ടാവും. ഇതാണ് ബാക്ടീരിയൽ വജൈനോസിസ് എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നത്. ഇതെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടൊരു ഫിഷി സ്മെല്ലായിരിക്കും ഇതിൽ വരുന്നത്. ഇതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ pH ഇംബാലൻസും ബാഡ് ബാക്ടീരിയാസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഈ കാരണം. ഓക്കെ. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളറാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു ടൈമും എന്ത് ചെയ്യണം, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഇതെന്ന് വെച്ചാൽ ഒരു ഇൻഫെക്ഷൻ ആണ്. ഓക്കെ. ഈ ഒരു കണ്ടീഷൻ സമയത്ത് ബാഡ് സ്മെല്ല് വരും. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കളർ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നല്ല കളർ ചേഞ്ചും ഉണ്ട്, അതേപോലെ തന്നെ ഈ ഒരു കളർ ചേഞ്ചും ഉണ്ട്. അപ്പൊ ഈ ഒരു കളർ ചേഞ്ചോ ഈ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ മെയിൻ ഞാൻ പറഞ്ഞു, രണ്ട് കാര്യങ്ങളും സ്മെല്ലായാലും ഡിസ്ചാർജ് ആയാലും രണ്ടും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ്. അത് ആദ്യം കോമൺ ആയിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ കാര്യങ്ങളോ ഒന്നും കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതിനെ നിങ്ങൾ അനലൈസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നത്, അതല്ല നോർമൽ ആണോ എന്ന് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇൻഫെക്ഷൻ സാധ്യതയാണെങ്കിൽ ഒട്ടും താമസിപ്പിക്കരുത്. അപ്പോൾ തന്നെ ഡോക്ടറിനെ കണ്ടിട്ട് എന്താണ് ഏതാണെന്നുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുക. അതല്ലാത്ത പക്ഷം നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾ വേറെ സോപ്പോ പെർഫ്യൂമോ ഒന്നും അവിടെ ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു pH ഇംബാലൻസ് വരുന്നുണ്ടെങ്കിൽ കളറിന്റെ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ pHന്റെ ഇംബാലൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശരീരത്തിലേക്ക് വരും. അപ്പം അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ആ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ കയറാൻ പറ്റിയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾ സമീപിക്കാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ദോഷം വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.